നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ, തൽക്ഷണം അവർ അവയെ അയക്കും. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 3-ാം വാക്യം. നമ്മുടെ ജീവിതത്തിൽ നാം പ്രവർത്തിക്കുന്ന പല ഘട്ടങ്ങളിലും ആരെങ്കിലും നമ്മോട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒരുപക്ഷെ ഒരു സംശയം ജനിപ്പിച്ചേക്കാം. അല്ലെങ്കിൽ നാം ചെയ്യുന്നത് ശരിയാണോ എന്ന് തുടങ്ങിയ ചില ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉയർത്തിയേക്കാം. പ്രിയരെ, നാം ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഹൃദയത്തിൽ ചിന്തകളും നിലവുകളും നൽകുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ആണ്. അതെ, നമ്മുടെ ഹൃദയങ്ങളിൽ ചിന്തകളെയും നിലവുകളെയും നൽകുന്നവൻ മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ നാം ചെയ്യുവാനായി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് സ്വാഭാവികമായും സംശയങ്ങൾ തോന്നാം. കർത്താവായ യേശു ക്രിസ്തുവിനോട് നമുക്ക് കാര്യങ്ങൾ ആരായാം. പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ മൃദുസ്വരത്തിൽ കൺഫ്യൂഷൻ ഇല്ലാതെ നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ ഇത് നമ്മെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളവയെക്കുറിച്ച് നാം സങ്കടപ്പെടേണ്ട കാര്യമില്ല. യേശു സർവാധികാരിയായ ദൈവമാണ്. നിനക്ക് ഒരു കാര്യം ആവശ്യം ഉണ്ട് എന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഈ സർവാധികാരത്തിൽ നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. സങ്കീർത്തനം 104:24 നാം വായിക്കുമ്പോൾ സകലത്തെയും സൃഷ്ടിച്ചിരിക്കുന്നവനായ സർവാധികാരിയായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയും. അതേ പ്രിയരെ, എല്ലാത്തിന്മേലും നിയന്ത്രണവും അധികാരവും കർത്താവായ യേശു ക്രിസ്തുവിനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ദൈവം വ്യക്തമായ ബോധ്യം നമുക്ക് തരുമ്പോൾ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവരോട് നമുക്ക് സംസാരിക്കുവാൻ ധൈര്യം ലഭിക്കും. തൽക്ഷണം എന്ന വാക്ക് ശ്രദ്ധിച്ചുവോ? ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നമ്മുടെ ആവശ്യ സന്ദർഭത്തിൽ ഉണ്ടാകും എന്നാണ് ഇത് കാണിക്കുന്നത്. കാര്യങ്ങൾ എല്ലാം നമുക്ക് അനുകൂലമായി മാറും. യോശുവയോട് ദൈവം പറയുന്നുണ്ട്, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല എന്ന്. ഇത് നമുക്കും ഏറ്റെടുക്കാം. കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് അവൻ നൽകുന്ന ഹൃദയവിചാരങ്ങൾ നമ്മുടെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ നാം എത്തിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആർക്കും എതിര് നിൽക്കുവാൻ കഴിയുകയില്ല. കാരണം സർവാധികാരിയായ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നു. നമ്മെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശം പൂർത്തിയാക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറയുന്നത് ധൈര്യപൂർവം നമുക്ക് ചെയ്യാം.